ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഹൈറ്റ് ഉള്ള ഒരു പാറയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് തൊട്ടടുത്തുള്ള മലമേൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനെ കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഇത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പോൾ 20 രൂപയാണ് ഒരാൾക്ക് അഡൾട്ട്സിന്, കുട്ടികൾക്ക് 10 രൂപയാണെന്ന് തോന്നുന്നു. ക്യാമറയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 200 രൂപയാണ് ചാർജ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ഫസ്റ്റ് പാറ കേട്ടോ. ഇവിടെ ഒരുപാട് പാറകളുണ്ട് ഇതേപോലെ. ഇതിപ്പോൾ ഫസ്റ്റ് നടപ്പാറ, പല വീഡിയോസിലും കണ്ടായിരുന്നു. അതായത് പണ്ട് ഇവർ കൊട്ടാരക്കര ടൗണിലേക്കൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയായിരുന്നു ഈ വലിയ റോഡൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നടപ്പാറ എന്ന് പേരിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഇവിടെ നിന്ന് തന്നെ നടപ്പാറയിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു കിട്ടിലം വ്യൂ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരു നല്ല ടൈമിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ സൺറൈസൊക്കെ കഴിഞ്ഞു, സമയം ഇപ്പോൾ ഒരു 7:30 ആവുന്നു. കുറച്ചും കൂടെ ഒരു 7 മണിക്കൊക്കെ വന്നാൽ നല്ല ടൈമായിരിക്കും. എന്തോ അങ്ങ് ദൂരെയൊക്കെ മഞ്ഞ് മൂടി നിൽക്കുന്നതൊക്കെ കാണാം നമുക്ക്. അങ്ങോട്ടൊക്കെ നടക്കാം കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു റിഫ്രഷ്മെൻറ്റ്, ഒരു കഫറ്റേരിയ പോലെ ഉണ്ട്, ഒരു ചെറിയ കട. പക്ഷേ അത് തുറന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇത്രയും നേരത്തേക്ക് തുറക്കുമായിരിക്കുന്നു. പക്ഷേ അതെ, എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആട്ടോ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് താഴോട്ടൊക്കെ പോവാം. അത് കണ്ടോ, അവിടെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് കുറേ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും മുകളിലോട്ട് പോയിട്ട് വരാം. മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വഴി ഉണ്ടോ നോക്കാം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിഫ്രഷ്മെൻ്റ് ഏരിയ, അല്ലെങ്കിൽ ഒരു എക്കോ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും തുറന്നിട്ടില്ല. ഇവിടുത്തെ സമയം എനിക്കൊന്ന് ഒരു 9:10 മണിയാവുമെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ടൈമൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ നമുക്ക് മയിലിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നടപ്പാറ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം വന്ന് കാണുന്ന കുടപ്പാറയാണ്. നമുക്ക് എന്തായാലും കുടപ്പാറയുടെ അവിടെ തണലുള്ളതുകൊണ്ട് നമുക്ക് നാടുകാണിപ്പാറ കാണാൻ പോകാം. വെയിലായി വരുന്നത് കൊണ്ടേ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്താണ് ആ കുടപ്പാറ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് നാടുകാണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. എല്ലായിടത്തും അങ്ങനെ ഒരു ആരോ മാർക്കുകളൊന്നും വെച്ചിട്ടില്ല. എന്തായാലും ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒറ്റയ്ക്ക് പോയി നോക്കാം. വഴി തെറ്റാൻ സാധ്യതയില്ല. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ചെറുതായിട്ട് മയിലിൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം കേട്ടോ, മയിൽ കരയെന്ന് വെച്ചാൽ. അപ്പോൾ വന്ന വഴി കറക്റ്റാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നാടുകാണിപ്പാറ എന്ന്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് മുകളിൽ കയറി പോകാൻ. അപ്പോൾ എന്തായാലും മുകളിൽ കയറി എന്താണ് കാഴ്ചകൾ നോക്കാം അല്ലേ. അപ്പോൾ അതോ അവിടെ നിന്നാണ് വന്നത്. ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പോൾ അതും ഒരു പാറയാണ്. നമ്മളിതാ നാടുകാണിപ്പാറ കയറിയത് ഈ വഴിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് ഈ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാലേ നല്ലൊരു വ്യൂ ആണ്. നല്ല കിട്ടിലം വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ. ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ഞാനല്ലാതെ വേറെ ആ പാറയിൽ കുറച്ച് പിള്ളേർ നിൽപ്പുണ്ട്. അല്ലാതെ ഇങ്ങോട്ട് കിട്ടിലം വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. എൻ്റെ അമ്മി, ഇതാ മലകളുടെയൊക്കെ ദൂരെ കണ്ടോ, അവിടേക്ക് ഇങ്ങനെ മഞ്ഞുണ്ട് അതിൻ്റെ മുകളിൽ. ആ ഭാഗം ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയാണ് നമുക്ക് പോകേണ്ടത്. കൊള്ളാമല്ലോ. ഈ പാറകളുടെയൊക്കെ ഗ്യാപ്പുകളുടെ ഇടയിൽ കൂടെ സൂക്ഷിച്ച് നടന്ന് കയറണം. ധൃതിയൊന്നും പിടിക്കരുത്. ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. ഞാൻ പോയി നോക്കാം. ഈ സൈഡിൽ കണ്ടോ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയതായിട്ട് മൂടൽമഞ്ഞുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുകയുണ്ട് ആ ഭാഗത്ത്. മലമേൽപ്പാറ കൊല്ലം DTPC ആണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും വളരെ അടുത്തുള്ള സ്ഥലം ഞാൻ വരാൻ ഇത്തിരി താമസിച്ചു പോയി. പക്ഷേ എന്നാലും വന്ന വരവ് വെറുതെ ആയില്ല കേട്ടോ. കിട്ടിലും കാഴ്ചകൾ, കിട്ടിലും എക്സ്പീരിയൻസ്. ഇതാ നിങ്ങളെന്നെ കണ്ടു നോക്ക്.
അപ്പോൾ ഇത് ആക്ച്വലി കൊല്ലം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പാറ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അത് ശരിയായിരിക്കാം. നമ്മളിപ്പോൾ ഏറ്റവും മണ്ടയിൽ ഇതാണ് നാടുകാണിപ്പാറ കേട്ടോ. അതായത് ഈ പേര് പറയുന്ന പോലെ തന്നെ ചുറ്റും നാടൊക്കെ കാണാം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ദൂരെ വരെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അതോ ആ കാണുന്നത് അവിടെ കൂർത്തിരിക്കുന്നതേ നമ്മുടെ ജഡായുപ്പാറയാണ്. ജഡായുപ്പാറയൊക്കെ ഇവിടെ ആക്ച്വലി നമുക്ക് നേരിട്ട് ക്ലിയറായിട്ട് കാണാം. ക്യാമറയിലൊന്നും അത്ര ക്ലിയർ അല്ല. ആ ജഡായു ആ ശില്പമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ. എന്നാൽ പിന്നെ ഫുള്ള് ഒരു എന്താ പറയുക, മേഘമൊക്കെ ആയിട്ട് മൂടി നിൽക്കുകയാണ്. രാവിലെ ആയതുകൊണ്ടായിരിക്കാം, എനിക്കൊന്ന് വൈകിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും ആ ഒരു സൺസെറ്റൊക്കെ ആവുന്ന സമയത്തെ. പക്ഷെ എന്തായാലും നല്ല അറ്റ്മോസ്ഫിയറാണ് രാവിലെ, വലിയ ചൂടൊന്നുമില്ല. ഇനിയിപ്പോൾ ആക്ച്വലി കേരളത്തിൽ ഇന്നലെയൊക്കെ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും ആയിട്ടില്ല കേട്ടോ. കൊള്ളാം, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഫുൾ മൂടി നിൽക്കുകയാണ് അവിടേക്ക്. അതുകൊണ്ട് ധാരാളം മലകളുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ വന്ന വഴി ഒന്നുകൂടെ കാണിക്കാം. എന്താ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ വരേണ്ടത് കേട്ടോ. നിങ്ങൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാ അവിടെ ഒരു ചെറിയൊരു പഴയ കെട്ടിടമുണ്ട്, എൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ്. അപ്പോൾ ഈ ഒരു കഫറ്റേരിയ ഉണ്ടോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുടപ്പാറയിലേക്കുള്ള വഴി കേട്ടോ. ഇവിടെ ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കയറിയ നാടുകാണിപ്പാറ ദാ അങ്ങോട്ടായിരുന്നു. ഇതിൻ്റെ മുകളിലൊരു പാറയുണ്ട് കേട്ടോ, അവിടെയൊക്കെ കയറി വേണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ കുടപ്പാറയുടെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടേക്ക് ഇരിക്കാമല്ലോ. നല്ല വെയിലുള്ള സമയത്ത് ഇവിടെ ഈ ഭാഗത്തൊക്കെ തണലായിരിക്കും, കാരണം നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നലത്തെ മഴയിൽ കുറച്ചൊന്ന് നനഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ പാറകളുടെ ഒരു ഗുണമെന്ന് വെച്ചാലേ നല്ല മിനുസമുള്ള പാറകളല്ല കേട്ടോ. ഈ വെള്ളമൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര എന്താ പറയുക, വളരെ റഫായിട്ടുള്ള പാറകളാണ്. അതുകൊണ്ട് തെന്നിപ്പോകുന്നുള്ള പേടി വേണ്ട കേട്ടോ. ധൈര്യമായിട്ട് അങ്ങ് കയറിയാൽ മതി. അതുപോലെ പെട്ടെന്ന് തിരിച്ചിറങ്ങാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. ഞാൻ വെച്ച് ഇത്തിരി റിസ്ക്. അങ്ങനെ നടന്ന് ജസ്റ്റ് ഒന്ന് നടന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ ഇവിടെ കുടപ്പാറ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ആ കുടപ്പാറ കേട്ടോ. അടിപൊളി, കൊള്ളാം അല്ലേ? ശരിക്കും പേര് പോലെ തന്നെ ഒരു പാറയുടെ മുകളിൽ നമ്മളിപ്പോൾ ഒരു കുട നിവർത്തി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഷേപ്പ്, അതുകൊണ്ടായിരിക്കും ആ പേര് വന്നത്. കൊള്ളാം അല്ലേ? അടിപൊളി. ഇവിടെ നല്ല തണലും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും ആ പാറ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. കൊള്ളാമല്ലേ? അത് ജസ്റ്റ് അത് കണ്ടോ, ആ പാറ വന്നിട്ട് ഇങ്ങനെ ജോയിൻ്റായി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ മലമേൽ പാറയിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മറയൂർ കഴിഞ്ഞാൽ ചന്ദന മരങ്ങൾ നാച്ചുറലായിട്ട് വളരുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൽ ഈ മലമേൽ പാറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഒരു എന്താ പറയുക, നല്ല ഫ്രഷ് എയറൊക്കെയാണ് കേട്ടോ. അതെനിക്കിവിടെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഇന്നലത്തെ മഴയുണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടാവും. നല്ല ശുദ്ധവായു ശ്വസിച്ച് നമുക്കൊരു രാവിലെയോ അല്ലെങ്കിൽ ഈ സൺസെറ്റിൻ്റെ സമയത്തോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് മുകളിലോട്ട് പോവാം. ഇവിടെ എല്ലാ പാറയിൽ നിന്നും ഇങ്ങനെ വെള്ളം ഊറുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ കുറച്ച് തണുപ്പ് ഇതിൻ്റെ അടിയിലൊക്കെ. പോവാന്നോ? ഞാനിപ്പോൾ അതെ ഇവിടെ കുടപ്പാറയുടെ തൊട്ടടുത്തുള്ള 2 ബെഞ്ചുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. വെയിലൊന്നുമില്ല കേട്ടോ. അപ്പുറത്തൊക്കെ വെയിലുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങോട്ടൊന്നും വെയിലടിക്കുന്നില്ല. നല്ല കാഴ്ചകളും കണ്ടിങ്ങനെ ഇരിക്കുക. മലമേൽ പാറ എന്ന് പറയുന്നത് അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് ഒന്ന് കൊട്ടാരക്കര, പിന്നൊന്ന് നമ്മുടെ അഞ്ചൽ. എന്തായാലും ഗൂഗിൾ മാപ്സിലൊക്കെ ഉണ്ട്. എന്തായാലും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടെ കൊടുത്തേക്കാം. ഗൂഗിൾ മാപ്പിൽ എന്തായാലും ഉണ്ട് സംഭവം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മലമേൽ പാറയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൂടുതൽ യാത്രകൾ വരുന്നുണ്ട്, മറക്കാതെ കാണുക. Bye-bye.